നറേറ്റീവ്സിൽ മൊഡ്യൂൾ 1 യൂണിറ്റ് 3 പോയിട്രിയിൽ ഫ്രോഗ്ലെസ് ബൈ മാർഗരറ്റ് ആറ്റ്വുഡ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ദി പോയറ്റ് മാർഗരറ്റ് ആറ്റ്വുഡ് ഒരു ഫേമസ് കനേഡിയൻ പോയറ്റാണ്, നോവലിസ്റ്റാണ്. കാനഡയിലുള്ള ഒട്ടാവ എന്നുള്ള സ്ഥലത്താണ് അവർ ജനിച്ചത്. കാനഡയുടെ ക്യാപിറ്റലിലാണ് അവർ ജനിച്ചത്. ആൻഡ് മാർഗരറ്റ് ആറ്റ്വുഡിൻ്റെ വർക്ക്സിനകത്ത് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ച്, ഫെമിനിസത്തിനെ കുറിച്ച്, പൊളിറ്റിക്സ് ആൻഡ് ആസ് വെൽ ആസ് ഹ്യൂമൻ സർവൈവൽ. അപ്പോൾ അവരുടെ വർക്ക്സിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസാണ് കുറച്ചും കൂടി അധികരിച്ച് നിൽക്കുന്നത്. അതായത് എക്കോളജിയെ ഡിസ്ട്രോയ് ചെയ്യുന്നതിനെക്കുറിച്ചും ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഗ്രീഡ് കൊണ്ടുണ്ടാകുന്ന ഡേഞ്ചേഴ്സിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു പോയേക്കുന്നത്. ആൻഡ് ഓൾസോ ഇമാജിനേഷൻ പ്ലസ് എൻവയോൺമെൻറ്റൽ കൺസേൺസ് അതാണ് അവർ ബ്ലെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഹ്യൂമൻസും നേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെയാണ് അവരുടെ മോസ്റ്റ് ഓഫ് ദി പോംസിനകത്ത് അവർ ഡിസ്കസ് ചെയ്യുന്നത്. മോസ്റ്റ് ഫേമസ് നോവൽ എന്ന് പറയുന്നത് ദ ഹാൻഡ്മെയ്ഡ്സ് ടെയിലാണ്. അവരുടെ പോയട്രി കളക്ഷൻ എന്ന് പറയുന്നത് മോർണിംഗ് ഇൻ ദി ബേൺഡ് ഹൗസ്. നമുക്ക് പഠിക്കാനുള്ള ഫ്രോഗ്ലെസ് എന്നുള്ള പോം എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഡാമേജിനെ കുറിച്ച് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ച് ആസ് എ പോയറ്റ് അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീയിങ് അവരുടെ ആ ഒരു കൺസേൺ ആണ് സംസാരിക്കുന്നത്. അപ്പോൾ ഫ്രോഗ്ലെസ് എന്നുള്ള പോം 1995 ലോസ് ആഞ്ചലസ് ടൈംസിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഒരു സീരിയസ് ഗ്ലോബൽ കൺസേൺ ആയിട്ട് മാറിയിരുന്ന സമയത്തായിരുന്നു അവർ ഈ ഫ്രോഗ്ലെസ് എന്നുള്ള പോം എഴുതിയിരുന്നത്. എക്കോസിസ്റ്റത്തിൻ്റെ ഡിസ്ട്രക്ഷൻ ബിക്കോസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് അതിനെക്കുറിച്ചാണ് ഇത് പോം റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഹൗ നേച്ചർ ഇസ് ബാഡ്ലി ഡാമേജ്ഡ് അവരത് ഇമാജിൻ ചെയ്യുവാണ്. ഫ്രോഗ്സ് എന്ന് പറയുന്ന എൻവയോൺമെൻറ്റിൻ്റെ ഹെൽത്തിനെ കാണിക്കുന്ന ലൈഫ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫ്രോഗ്സ് എന്ന് പറയുന്നത്. ഫ്രോഗ്ലെസ് എന്ന് പറയുമ്പോൾ തവളകൾ ഇല്ലാതാവുമ്പോൾ അത് സജസ്റ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ആ എക്കോസിസ്റ്റം പൊല്യൂട്ടഡ് ആയി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് അൺഹെൽത്തി ആയി എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ പോയത്തിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പോയിസൺഡ് വാട്ടർ, വിഷാംശം കലർന്ന വെള്ളവും, ഡൈയിങ് ആനിമൽസും ആൻഡ് ആനിമൽസിൽ തന്നെയുള്ള അബ്നോർമൽ ആയിട്ടുള്ള ബെർത്ത്. അപ്പോൾ ഇത് മോൺ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബീയിങ്സും ഇതേപോലെ തന്നെ സഫർ ചെയ്യും ഫ്രം ദി എൻവയോൺമെൻറ്റൽ ഡാമേജ് ദേ ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ്. അപ്പോൾ പോം ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ നെഗ്ലിജൻസിനെയാണ് ടുവേർഡ്സ് നേച്ചർ. ആ ഒരു ഡിസ്റ്റർബിങ് ഇമേജറി വെച്ചിട്ടാണ് റീഡേഴ്സിനെ കൊണ്ട് ഇവർ തിങ്ക് ചെയ്യിപ്പിക്കുവാണ്. നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത്. അതായത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്, എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ വിൽ എഫക്റ്റ് എവ്രി വൺ. സോ സമ്മറി ഓഫ് ദ പോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊല്യൂട്ടഡ് ആൻഡ് ഡാമേജ്ഡ് നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ട്രീസിന് അതിൻ്റെ ലീവ്സ് നഷ്ടപ്പെടുന്നു ബിക്കോസ് എക്കോസിസ്റ്റം അൺഹെൽത്തി ആയി മാറുന്നു. മഞ്ഞ് അതായത് സ്നോ ഹാംഫുൾ ബ്ലാങ്കറ്റ് പോലെ ഫോളോ ചെയ്യുവാണ്. വാട്ടറിൻ്റെ സോഴ്സസ് എല്ലാം കണ്ടാമിനേറ്റഡ് ആവുന്നു. കെമിക്കൽസ് എല്ലാം ആയി വരുന്നു. വേംസ് അല്ലെങ്കിൽ ടാഡ്പോൾസ് പോലെയുള്ള സ്മോൾ ക്രീച്ചേഴ്സ് സഫർ ചെയ്യുന്നു, ഡൈ ചെയ്യുന്നു. വാട്ടറിലുള്ള ഫിഷ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഓർഗാനിസംസ് എല്ലാം അബ്നോർമലായിട്ട് വരുന്നു. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നു. പീപ്പിൾ ആർ ഫോഴ്സ്ഡ് ടു ഈറ്റ് ദീസ് കണ്ടാമിനേറ്റഡ് ഫിഷ് കാരണം വേറെ ഫുഡൊന്നുമില്ല. ആസ് എ റിസൾട്ട് ഹ്യൂമൻ ചിൽഡ്രനും ഡിഫക്റ്റോടുകൂടി ബോൺ ആവുന്നു. സ്പീക്കർ വാൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നാച്ചുറലോ അല്ലെങ്കിൽ എൻജോയബിളോ അല്ല, അത് ഓൺലി ബിക്കോസ് ഓഫ് ദി ആക്ടിവിറ്റീസ് കോസ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ പോം എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ എല്ലായിടത്തും സ്പ്രെഡ് ആവും. നമുക്ക് ലൈൻ ബൈ ലൈൻ അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈനിനകത്ത് പറയുന്നത് ട്രീസ് എല്ലാം, മരങ്ങളെല്ലാം സോറായി മാറുവാണ് എന്ന് വെച്ചാൽ ഡാമേജ്ഡ് അല്ലെങ്കിൽ സിക്കായി മാറുവാണ്. അതിൻ്റെ ലീവ്സ് എല്ലാം അതിന് നഷ്ടപ്പെടുന്നു. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് നോർമൽ. അപ്പോൾ ഇത് കാണിക്കുന്ന എന്താണ്? നേച്ചർ എന്ന് പറയുന്നത് സഫർ ചെയ്യുവാണ് ബിക്കോസ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്ട്രെസ്. സെക്കൻഡ് ലൈനകത്ത് പറയുന്നത് ട്വിഗ്സ് അതായത് ചുള്ളികൾ അതെല്ലാം ഇങ്ങനെ ക്ലോസ് ആയി, അതായത് ട്വിഗ്സ് എന്താ പറയുക മറ്റേ ക്ലാംസിനെ പോലെ, അതായത് ഇവിടെ ട്വിഗ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാംസ് മറ്റേ കക്ക പോലെയുള്ള ജീവികളുണ്ടല്ലോ വെള്ളത്തിനകത്തുള്ളത്, അതെല്ലാം അവരുടെ ട്വിഗ്സ് ക്ലോസ് ചെയ്യുന്നു. അതായത് കക്ക പോലെയുള്ള ജീവികൾ അവരുടെ ഷെല്ലുണ്ടല്ലോ അതിങ്ങനെ മുറുക്കി അടച്ച് വെച്ചേക്കുവാണ് ബിക്കോസ് ഓഫ് സം ഡേഞ്ചർ. അവർക്ക് എന്തോ ഡേഞ്ചർ ഫീൽ ചെയ്യുന്നുണ്ട്. വെള്ളത്തിനകത്തുള്ള ക്ലാംസ് അല്ലെങ്കിൽ കക്കകളോ അല്ലെങ്കിൽ ഒച്ചുകൾ പോലെയുള്ള ജീവികൾ അതിൻ്റെ ഷെല്ല് ഇങ്ങനെ മുറുക്കി അടച്ച് വെക്കുകയാണ് ടൈറ്റായിട്ട്. അപ്പോൾ ഇവിടെ ഇത് കാണിക്കുന്നത് ഈച്ച് ട്വിഗ് പിഞ്ചിങ് ഷട്ട് ലൈക്ക് എ ജാബ്ഡ് ക്ലാബ് എന്നാണ്. ഷട്ട് ലൈക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് സിമിലിയാണ്, കമ്പാരിസൺ ആണ് കേട്ടോ. ആൻഡ് നേച്ചറിൻ്റെ വേൾഡ് അല്ലെങ്കിൽ നാച്ചുറൽ വേൾഡ് എന്ന് പറയുന്നത് പൊല്യൂഷനോടുള്ള റിയാക്ഷനാണ് ഇതിനകത്ത് കാണിക്കുന്നത്. തേർഡ് ലൈനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോ നോർമലി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ്, പക്ഷേ ഇവിടെ അത് ഹാംഫുള്ളായി മാറുവാണ്. ഒരു സഫക്കേഷൻ പോലെയാണ് മഞ്ഞിപ്പോൾ വീഴുന്നത്. അതുപോലെ തന്നെ വെള്ളം
സ്നോയിൽ നിന്നുള്ള മെൽറ്റ് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് ആണ് ബിക്കോസ് ഓഫ് ദി കെമിക്കൽസ് ഫ്രം ഇൻഡസ്ട്രീസ്. അപ്പോൾ ആ ടോക്സിക് ഇൻഡസ്ട്രിയൽ പൊല്യൂഷനെയാണ് അത് കാണിക്കുന്നത്. ഇപ്പം വെള്ളം എന്ന് പറയുന്ന ലൈഫിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പക്ഷേ അതിപ്പോൾ പോയിസണസ് ആയിട്ട് മാറുന്നു. കെമിക്കൽ ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലെ ടോക്സിക് ആയിട്ടുള്ള പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസ് വെള്ളത്തിലോട്ട് ഒഴുക്കി വിടുന്നതുകൊണ്ട്. പിന്നെ വെള്ളത്തിനകത്തുള്ള വേംസ് എന്ന് പറയുന്നത് ഈ കെമിക്കൽസ് മൂലം എഫക്റ്റഡ് ആവുന്നു, അതും പോയിസൺഡ് ആവുന്നു, ഒരു ബേണിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ടാഡ്പോൾസ് എന്ന് വെച്ചാൽ ബേബി ഫ്രോഗ്സ് എന്നാണ് പറയുന്നത്, അത് മരിക്കുവാണ്. അതുകൊണ്ടാണ് നമ്മളെ ഫ്രോഗ്ലെസ് എന്നുള്ള ടൈറ്റിൽ പോയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ ഫ്രോഗിൻ്റെ പോപ്പുലേഷൻ ഡിസപ്പിയർ ആവുന്നു. പിന്നെ ഈലിനെ കുറിച്ചാണ് പറയുന്നത്, EEL, ഈൽ എന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് ഫിഷ്. അതിന് ഒരു സ്ട്രേഞ്ച് ഗ്രോത്ത് അല്ലെങ്കിൽ എന്തോ ഡീഫോംഡ് ആയിട്ടാണ് അത് വളരുന്നത് വെള്ളത്തിൽ. ഇപ്പോൾ പൊല്യൂഷൻ കാരണം ആനിമൽസിൽ ഡിസീസും മ്യൂട്ടേഷനും മാറ്റങ്ങളും അബ്നോർമാലിറ്റിയും കൊണ്ടുവരുന്നു. സ്പീക്കർ അപ്പോൾ ചോദിക്കുവാണ്, അങ്ങനെയുള്ള മീനിനെ ആര് തിന്നും എന്ന് ചോദിക്കുവാണ്. അതൊരു അൺഫിനിഷ്ഡ് സെൻറ്റൻസ് ആണ് കേട്ടോ. വുഡ് യു കുക്ക് ഇറ്റ്, അല്ലെങ്കിൽ ആര് കുക്ക് ചെയ്യും ഇങ്ങനെയുള്ള മീനിനെ ആര് തിന്നും എന്ന് ചോദിക്കുവാണ്. പക്ഷേ ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യുകയാണ്, കണ്ടാമിനേറ്റഡ് ഫിഷ് തിന്നേ പറ്റൂ. ബിക്കോസ് എന്താണ്, അവർക്ക് അല്ലാതെ വേറെ ഒരു മാർഗ്ഗമോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സോഴ്സസ് ഇല്ല. ആൻഡ് ദെൻ അവരുടെ കുട്ടികൾ എന്ത് ചെയ്യും, ഈ ഡിഫോമിറ്റീസ് കാരണം അല്ലെങ്കിൽ ഈ പൊല്യൂഷൻ കാരണം ഡിഫോമിറ്റീസ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ വൈകല്യമുള്ള കുഞ്ഞുങ്ങളായിരിക്കും ജനിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് സ്പോർട്ടല്ല എന്നാണ് പറയുന്നത്. ദിസ് ഇസ് നോട്ട് സ്പോർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റർടൈൻമെൻറ്റോ എക്സാജറേഷനോ അല്ല, ദിസ് ഇസ് എ സീരിയസ് ഇഷ്യൂ. ഇതിനെ ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതൊരു സീസണൽ ചേഞ്ചോ ഒന്നും അല്ല. ഇത് ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് കാരണം മാത്രം വന്നൊരു ചേഞ്ചാണ്. ഇത് ബ്ലൂവോ ഗ്രീനോ അല്ല എന്ന് പറയുന്നു. അതായത് എന്ന് വെച്ചാൽ എന്താണ്, ഹെൽത്തി എർത്തിനെ അല്ല അത് കാണിക്കുന്നത്. എൻവയോൺമെൻറ്റ് പൊല്യൂട്ടഡ് ആണ്, ലൈഫ്ലെസ് ആണെന്ന് കാണിക്കുവാണ്. ആൻഡ് ദിസ് ഈസ് എ ഹോം. ഈ ഒരു ഡാമേജ്ഡ് എൻവയോൺമെൻറ്റ് നമ്മുടെ ഓൺ പ്ലാനറ്റ് ആണ്. ആൻഡ് ഹ്യൂമൻസിന് അതിൻ്റെ കോൺസിക്വൻസസിൽ നിന്ന് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുകയില്ല. നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഹോം എന്ന് പറയുന്നത് എന്താണ്, ഈ പ്ലാനറ്റ് എർത്താണ്. നമുക്കൊരിക്കലും അപ്പോൾ ഇതിനെ നശിപ്പിച്ചിട്ട് എവിടെയും പോയി രക്ഷപ്പെടാനില്ല എന്ന് പറയുവാണ്. ട്രാവൽ എനിവെയർ ഇൻ എ ഇയർ 5 years ആൻഡ് യു വിൽ എൻഡ് അപ്പ് ഹിയർ. ഫൈനൽ ലൈൻ നമുക്കൊരു വാർണിംഗ് പോലെ തരുവാണ്. 15th ലൈൻ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ 5 വർഷം വേണ്ട, 1 വർഷം വേണ്ട, നമ്മൾ എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ പെട്ടെന്ന് തന്നെ എത്തും. ആൻഡ് ഇറ്റ് വിൽ സ്പ്രെഡ് എവറി ഇയർ. സോ ഇവൻച്വലി എന്ത് പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്, എൻ്റയർ വേൾഡ് ഈ ഒരു കണ്ടീഷൻ കൊണ്ട് ഫേസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ അതായത് വേൾഡിലുള്ള എല്ലാ ആളുകളും ഇത് തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ടേക്ക് എനി മോർ ടൈം എന്നാണ് ആര് പറയുന്നത്, പോയിറ്റ് പറയുന്നത്. തീം വരുന്നത് എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ, പൊല്യൂഷൻ, ടോക്സിസിറ്റി, ഹ്യൂമൻ ബീങ്സിൻ്റെ ഇറസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് നേച്ചർ, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സെൻട്രൽ തീം എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ ഹ്യൂമൻ പൊല്യൂഷനാണ്. ടോക്സിൻസ് എങ്ങനെയാണ്, കെമിക്കൽസ് അല്ലെങ്കിൽ ടോക്സിക് കെമിക്കൽസ് എങ്ങനെയാണ് വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നത്, ആനിമൽസിനെ എങ്ങനെ കൊല്ലുന്നു, എക്കോസിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ തന്നെ എങ്ങനെയാണ് ഡാമേജ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഫ്രോഗ്സിൻ്റെ ഡിസപ്പിയറൻസ് കാണിക്കുന്നത് എക്കോളജിക്കൽ ഇംബാലൻസിനെയാണ്. ഹ്യൂമൻസിനെ വാൺ ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്മുടെ കോൺസിക്വൻസസ് സഫർ ചെയ്തിട്ടേ പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നേച്ചറിനെ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് ടൈറ്റിലിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തുകൊണ്ട് ഫ്രോഗ്ലെസ് എന്നുള്ളത്. എന്നുവെച്ചാൽ ഫ്രോഗ്സ് ഡിസപ്പിയർ ആവുകയാണ് ബിക്കോസ് ഓഫ് പൊല്യൂഷൻ. ആ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ടാഡ്പോൾസ്, ബേബി ഫ്രോഗ്സിനെല്ലാം നശിക്കുവാണ് അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ആവുകയാണ്. ഫ്രോഗ്സ് ആവുന്നതിന് മുന്നേ തന്നെ, മെച്ചർ ആവുന്നതിന് മുന്നേ തന്നെ ഈ ബേബി ഫ്രോഗ്സ് അല്ലെങ്കിൽ ടാഡ്പോൾസ് എന്ന് പറയുന്ന എല്ലാം വെള്ളത്തിൽ വെച്ച് തന്നെ അങ്ങ് എന്ത് ചെയ്യുകയാണ്, മരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഇമേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇമേജസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോർ ട്രീസ്, ഡ്രങ്ക് വേംസ്, പിന്നെന്താണ് മ്യൂട്ടേറ്റഡ് ഈല്, അതുപോലെ തന്നെ നേച്ചർ സഫർ ചെയ്യുന്നു ബിക്കോസ് ഓഫ് ടോക്സിക് കെമിക്കൽസ്. ഇതിനെല്ലാം ആ എക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ്റെ സീരിയസ്നെസ്സിനെയാണ് കാണിക്കുന്നത്. പിന്നെ എന്ത് ടൈപ്പ് വാർണിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിന് ഒരിക്കലും ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷന് കാരണമാകുന്നത്. ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യും. പിന്നെന്താണ്, അതിൻ്റെ ഫിസിക്കൽ കോൺസിക്വൻസസ് നമ്മൾ തന്നെ ഫോഴ്സ്ഫുള്ളായിട്ട് സഫർ ചെയ്യേണ്ടി വരും. എർത്ത് എന്ന് പറയുന്നത് ഷെയർഡ് ഹോമാണ്, നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ആനിമൽസിനും കൂടി വേണ്ടുന്നതാണ്. സോ നമ്മൾ നേച്ചറിനെ ഹാം ചെയ്ത് അത് നമ്മളെ തന്നെ ഹാം ചെയ്യുന്ന പോലെയാണ് എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ടോൺ ഓഫ് ദി പോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്കാണ്, വളരെ അലാമിങ് ആൻഡ് ക്രിട്ടിക്കലാണ്. ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇമേജസ് വെച്ചിട്ടാണ് റീഡേഴ്സിനെ ഷോക്ക് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വമാണ് മാർഗരറ്റ് അറ്റ്വുഡ് ഇങ്ങനെ ഡിസ്റ്റർബിംഗ് ഇമേജസ് വെച്ച് എഴുതിയിരിക്കുന്നത്. ഒരു സീരിയസ്നെസ് ആ എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ്റെ കൊണ്ടുവരാൻ വേണ്ടി വാർണിംഗ് ടോണിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരു സെൻസ് ഓഫ് അർജൻസി അല്ലെങ്കിൽ കൺസേൺ ഫ്രം ദി പാർട്ട് ഓഫ് ദി പോയിറ്റ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്.